യേശുക്രിസ്തുവിൻ്റെ അവസാന അത്താഴത്തിൻ്റെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടും ക്രൈസ്തവരിന്ന് പെസഹ വ്യാഴം ആചരിക്കുകയാണ്. ജെറുസലേമിലെ പഴയ മതിലിനടുത്തുള്ള കെട്ടിടത്തിൻ്റെ മുകളിലത്തെ മുറിയിലായിരുന്നു ക്രിസ്തുവിൻ്റെ അന്ത്യ അത്താഴം. അവിടെ ഉണ്ടായിരുന്ന 13 പേരിൽ ക്രിസ്തു പിന്നീട് അത്താഴമോ പ്രാതലോ കഴിച്ചിട്ടില്ല. ഒരുപക്ഷെ യൂദാസും. അന്ന് രാത്രിയിൽ തന്നെ കൊലയാളികളും ഗൂഢാലോചനക്കാരും യൂദാസിൻ്റെ പിന്നാലെ ക്രിസ്തുവിനെ തേടി ഗെത്സമൻ തോട്ടത്തിലേക്ക് പുറപ്പെട്ടു. നിശ്ചയിച്ച് ഉറപ്പിച്ച പ്രകാരം ഒറ്റുകാരൻ ക്രിസ്തുവിനെ ചുംബിക്കുകയും അതിൻ്റെ പൊള്ളലാറും മുൻപ് അവരവനെ പിടികൂടുകയും ചെയ്തു. ഗെത്സമേൻ തോട്ടത്തിലെ ഒലിവ് മരങ്ങൾ വേരുകളിലേക്ക് മുഖം പൊഴുത്തിയ നേരത്ത് ക്രിസ്തുവിനെ അവർ മലയിറക്കി കൊണ്ടുപോയി. 30 വെള്ളിക്കാശിനൊപ്പം അടയിരുന്ന മരണത്തിൻ്റെ കുരുക്കുമായി യൂദാസും മലയിറങ്ങി. വെളിപ്പാടകലെയുള്ള മറ്റൊരു മരച്ചുവട്ടിലേക്ക്. വർഷം 2000 കഴിഞ്ഞു. സ്നേഹം വിളമ്പുന്ന മുറിയിലേക്ക് നാം തിരിച്ചു പോകുന്ന പെസഹയാണിന്ന്. അസഹിഷ്ണുതയുടെയും പാലായനത്തിൻ്റെയും വെറുപ്പിൻ്റെയും യുദ്ധത്തിൻ്റെയും തെരുവുകളിൽ നിന്ന് സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും അത്താഴം മേശയ്ക്ക് ചുറ്റുമിരിക്കാൻ നിർബന്ധിക്കുന്ന ശബ്ദം ക്രിസ്തുവിൻ്റേതാണ്. ചരിത്രത്തിൽ സമാനതകളില്ലാത്ത 2 ചുംബനങ്ങളാണ് പെസഹ രാത്രിയെ അടയാളപ്പെടുത്തിയിരുന്നത്. ഒന്ന് ക്രിസ്തുവിൻ്റേതും മറ്റൊന്ന് യൂദാസിൻ്റേതും. ഒന്ന് ക്രിസ്തുവിൻ്റെ കവിളിലും മറ്റൊന്ന് യൂദാസിൻ്റെ കാലിലുമുണ്ട്. ഉറപ്പായിരുന്ന കുരിശുമരണത്തിൻ്റെ തലേന്നാണ് ക്രിസ്തു ശിഷ്യന്മാരെ അത്താഴത്തിന് വിളിച്ചത്. ആംഗ്ലിക്കൻ ബിഷപ്പും ദൈവശാസ്ത്രജ്ഞനുമായിരുന്ന ND റൈറ്റ് പറയുന്നത്, തൻ്റെ മരണത്തെക്കുറിച്ച് ശിഷ്യന്മാരോട് വിശദീകരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ക്രിസ്തു തത്വം പറയുന്നതിന് പകരം അവരെ അത്താഴത്തിന് ക്ഷണിക്കുകയായിരുന്നു. 3 വർഷം ശിഷ്യരെ പഠിപ്പിച്ച കാര്യങ്ങൾ അത്താഴത്തിനിടെ ഗുരു ചെയ്തു കാണിച്ചു. യഹൂദരുടെ ആചാരമനുസരിച്ച് ഒരു വീട്ടിലേക്ക് കയറും മുൻപ് ആഗതർ പാദങ്ങൾ കഴുകും. ആതിഥേയൻ അതിനുള്ള വെള്ളം സജ്ജമാക്കിയിട്ടുണ്ടാകും. സമൂഹത്തിലെ ഉന്നതരെന്ന് ഗണിക്കുന്നവരാണെങ്കിൽ കാലുകൾ കഴുകി കൊടുക്കും. അതിനായി നിയോഗിച്ചിരുന്നത് അടിമകളെയോ വേലക്കാരെയോ ആയിരുന്നു. പക്ഷേ തൻ്റെ ക്ഷണപ്രകാരം അത്താഴത്തിനെത്തിയ ശിഷ്യന്മാരുടെ കാലുകൾ ക്രിസ്തു തന്നെ കഴുകി. വിനയത്തിൻ്റെ സകല അടയാളങ്ങളും ചേർത്ത് വച്ചാണ് അത് ചെയ്തത്. നിലത്തിറങ്ങി ശിഷ്യരുടെ കാലുകൾ കഴുകിയ ശേഷം അരയിൽ കെട്ടിയ കച്ച കൊണ്ട് അത് തുടയ്ക്കുകയും പാദങ്ങളിൽ ചുംബിക്കുകയും ചെയ്തു. അതിലൊന്ന് യൂദാസിൻ്റേതായിരുന്നു. പിന്നീട് തൻ്റെ ശരീരവും രക്തവുമാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അപ്പവും വീഞ്ഞും വാഴ്ത്തി ശിഷ്യർക്ക് കൊടുത്തു. ആദ്യത്തെ കുർബാന. ഇത്രയുമൊക്കെ ചെയ്തിട്ടും ക്രിസ്തുവിൻ്റെ സ്നേഹം തിരിച്ചറിയാതെ അവൻ്റെ ചുംബനത്താൽ മുദ്രവയ്ക്കപ്പെട്ട പാദങ്ങളാൽ യൂദാസ് അക്രമികളുടെ താവളത്തിലേക്ക് നടന്നു. ഖലീൽ ജിബ്രാൻ്റെ വാക്കുകളിൽ ക്രിസ്തുവിൻ്റെ വേദന ഘനീഭവിച്ച് കിടക്കുന്നത് പോലെ തോന്നും. ഒരിക്കൽ നീ എന്നോട് ചോദിക്കും, എന്താണ് കൂടുതൽ വിലപ്പെട്ടത്, എൻ്റെ ജീവനാണോ നിൻ്റെ ജീവനാണോ എന്ന്. ഞാൻ പറയും എൻ്റേതാണെന്ന്. അപ്പോൾ നീ നടന്നു പോകും. നീയാണ് എൻ്റെ ജീവനെന്ന് തിരിച്ചറിയാതെ, സ്നേഹത്തിൻ്റെ വിലയറിയാതെ നടന്നകലുന്ന മനുഷ്യർ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും വേദനയാണ്. ഒരത്താഴമേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തവർ രാത്രിയിൽ എവിടേക്കോ ഇറങ്ങിപ്പോയിരിക്കുന്നു. ഒടുവിലത്തെ അത്താഴമേശയാണ് ആദ്യത്തെ ബലിപീഠം. പെസഹായുടെ അത്താഴവിരുന്നിൽ പങ്കെടുക്കുക എന്നതിനർത്ഥം ബലിയർപ്പിക്കുക എന്നുകൂടിയാണ്. ഭവനങ്ങളിലേക്ക് മടങ്ങേണ്ട ദിവസമാണിന്ന്. പരസ്പരം പങ്കുവയ്ക്കാനും പാദങ്ങൾ കഴുകാനും ചുംബിക്കാനും കഴിഞ്ഞാൽ തീരാത്തൊരു യുദ്ധവും ഭൂമിയിലില്ല. ആരെയാണ് ക്ഷണിക്കാനുള്ളത്? ആരുടെ പാദങ്ങളാണ് കഴുകാനുള്ളത്? ഏതൊരു ചുംബനമാണ് കടമായി കിടക്കുന്നത്? ഇന്നാണ് പെസഹ. ഇനിയൊന്നിന് അവസരമുണ്ടോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.